സ്മോൾ വ്ളോഗാണ്, പ്ലസ് ഈവനിങ് വ്ളോഗും കൂടിയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് നീച്ചപ്പോൾ തന്നെ ഒരു ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ റൂമിലേക്ക് വന്നപ്പോഴാണെങ്കിലും ഭയങ്കര സൺലൈറ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് റൂമിലൊക്കെ ഇരിക്കുമ്പോൾ ചൂട് അൺസഹിക്കബിളാണ്. പിന്നെ കുറച്ച് നേരം പോയിട്ട് ടി വി ഒക്കെ കണ്ടു. ഗുരുവായൂർ അമ്പലനടയിലൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന്. അപ്പം ഈവനിങ് വലിയ സ്പെഷ്യലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ചായയിൽ ഒതുക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ കുറച്ച് മുന്നേ വാളിലൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോർഡ് പോലെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഫില്ല് ചെയ്യാൻ കുറച്ച് സ്റ്റിക്കേഴ്സും അതുപോലെ തന്നെ കുറേ കാർഡ്സൊക്കെ ഒട്ടിക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിൻട്രസ്റ്റ് എന്ന ഒരു വീക്ക്ലി പ്ലാനർ പറഞ്ഞിട്ടുള്ളൊരു സാധനം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ട്രേസ് ചെയ്തിട്ട് കളറൊക്കെ കൊടുത്ത് ഒട്ടിച്ച് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് കുറേ ആയി ഞാൻ വരച്ചൊക്കെ വെച്ചിട്ട് കളർ കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നെ എന്തായാലും വ്ളോഗും കൂടെ എടുക്കല്ലേ എന്ന് വെച്ചിട്ട് അത് കളർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഒരു ക്യാറ്റിൻ്റെ ഒക്കെ തീമിലായിരുന്നു ഈ ഒരു പ്ലാനർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓവറോൾ ഫിനിഷ് ചെയ്തപ്പം കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വാളിൽ ഇതേപോലെ ഒന്ന് ഹാങ് ചെയ്തിട്ടു. പിന്നെ ഇന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ബോക്സിലായിട്ട് കുറച്ച് സ്ട്രോസൊക്കെയാണ് ഉള്ളത്. പിന്നെ കുറച്ച് കോട്ടണും സ്ട്രോയൊക്കെ തന്നെയാണുള്ളത്. പിന്നെ ഒരു ബോക്സിൽ ബേബി ഫ്ലവേഴ്സാണ്, അത് ഡ്രൈ ആക്കിയതായിരുന്നു. അപ്പോൾ അതിങ്ങനെ എടുത്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ എൻ്റെ ഡെസ്കിലുള്ളതിൽ കുറച്ചേ ഉള്ളൂ, അപ്പോൾ ഇതും കൂടെ അതിൽ കൂട്ടി വെച്ച് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് മെയിനായിട്ട് വേണമെന്ന് വെച്ചത് ബൾബായിരുന്നു, കാരണം അതെനിക്കൊരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഓൾറെഡി ഞാൻ 2 ബൾബ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കി 2 കിട്ടിയത്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തായാലും ഇന്ന് തന്നെ ക്രാഫ്റ്റും കൂടെ ചെയ്യും വേണം. പിന്നെ ഒരു നൈറ്റ് 8 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ അധികം ഒരു 8 മണി ആവുമ്പോൾ തന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ നോക്കും. അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഏരിയയിലേക്ക് പിന്നെ പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. പിന്നെ അതൊക്കെ കഴിച്ച് വന്നിട്ടാണ് ഞാൻ ബാക്കി വർക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ റീൽസോ എന്തെങ്കിലും കണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പം അധികം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യൽ. അപ്പോൾ ഈ ഒരു ബൾബിൻ്റെ ഒരു ഷോർട്ട്സൊക്കെ എടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ പെയിൻറ്റ് ചെയ്യാണ്ടായിരുന്നു. അതൊരു ഷോർട്ട് ഫിലിമൊക്കെ ഇട്ടിട്ട് ഞാൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഹരിച്ചും കുണിച്ചും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോർട്ട് ഫിലിം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടൊക്കെ തുടങ്ങിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് എന്തെങ്കിലും പ്ലേയും കൂടെ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന വർക്ക് കുറച്ചും കൂടി സ്മൂത്തനിങ് ആയിട്ട് പോകും. നമ്മൾ ചെയ്യുന്ന ജോലിക്കായാലും ഒരു മടുപ്പൊന്നും തോന്നിക്കൊന്നും ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം കിടക്കുകയാണ് ചെയ്തത്, കാരണം ഇപ്പം എനിക്ക് നേരത്തെ നീക്കണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ഫൈനലായിട്ടുണ്ടായിരുന്ന ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക.